വെൽക്കം ടു ഷേക്ക് ആൻഡ് സ്ലീക്സ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ബെസ്റ്റ് ബോഡി ലോഷൻസ് ഓഫ് 2024 എസ്പെഷ്യലി ഫോർ ഡ്രൈ സ്കിൻ. എന്റെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്. എന്റെ ഫേഷ്യൽ സ്കിൻ ഡ്രൈ സ്കിൻ ആണ്. പക്ഷെ ഫേഷ്യൽ സ്കിന്നിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഒരു 10 ഇരട്ടി എന്റെ ബോഡി സ്കിന്ന് ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ഫേസ് മോയ്സ്ചറൈസേഴ്സിനെക്കാളും ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ടുള്ളത് ബോഡി ലോഷൻസ് അല്ലെങ്കിൽ ബോഡി മോയ്സ്ചറൈസർ ആണ്. അപ്പോ അതിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള 2 ബോഡി ലോഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മുതൽ ഞാൻ യൂസ് ചെയ്ത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഞാൻ ഡവിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പിങ്ക് ബോട്ടിലിൽ പിങ്ക് ഡബ്ബ ഉണ്ടല്ലോ, ആ പിങ്ക് ഡബ്ബയിലുള്ള മോയ്സ്ചറൈസറിനാണ് ഞാൻ ബോഡി ലോഷൻസ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഹിമാലയയുടെ 3 വേരിയൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കൊക്കോ ബട്ടർ വേരിയന്റ്, രണ്ടാമത്തത് ഒലീവ് ഓയിലിന്റെ ആ ഒരു വേരിയന്റ്, പിന്നെ ക്യൂക്കംബർ അതോ അലോവേറ അങ്ങനെ ഏതൊരു വേരിയന്റും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് കൊക്കോ ബട്ടറാണ് എനിക്ക് കൂടുതൽ മോയ്സ്ചറൈസേഷൻ തരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെന്റ് ഐവസ് എന്ന് പറയുന്ന ഒരു ബോഡി ലോഷൻ. അത് അത്ര പോപ്പുലർ ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇൻഗ്രീഡിയൻസ് വെച്ചായിരുന്നു പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മള് ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ബോഡി ലോഷൻ അങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയപ്പോ അതില് കുറച്ചുകൂടി ഞാൻ പിന്നെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നമുക്ക് നോക്കാമല്ലോ, ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒക്കെ നോക്കിയപ്പോ അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വോവിന്റെ കൊക്കോ ബട്ടർ ആയിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ബോഡി ലോഷൻ യൂസ് ചെയ്തത്. അത് ബട്ടർ തന്നെയാണ്, നമ്മുടെ ബോഡി ബട്ടർ. അതും നല്ലതാണ്. പിന്നെ അതിനുശേഷം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോ എന്റെ കറന്റ് ഫേവറേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്ന ഈ ഒരു ബോഡി ലോഷൻ സെന്റുവെൻസിന്റെ മോയ്സ്ചറൈസർ ആണ്. അൾട്രാ നറിഷിംഗ് ബോഡി ലോഷൻ. വിന്റർ എഡിഷൻ ആട്ടോ, ഇത് വിന്റർ എഡിഷൻ ആണ്. ഇതില് ടീ ട്രീ ഓയിൽ, ഷിയ ബട്ടർ, അലോവേറ, ഹോഹോബ ഓയിൽ, ഒലിവ് ഓയിൽ, ആമണ്ട് ഓയിൽ ഒക്കെ ഉണ്ട്. ഡ്രൈ സ്കിന്നിനെ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്. ഇതെല്ലാം ഇത് നല്ലൊരു ബോഡി ലോഷൻ ആട്ടോ. പാരബൻ ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്, ഹൈപ്പോഅലർജിക് ആണ്, നോ ഹാർംഫുൾ കെമിക്കൽസ്. അപ്പൊ ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കും. ഞാനിത് യൂസ് ചെയ്തതിനു ശേഷം പിന്നെ ഞാൻ വേറെ യൂസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ വേറെ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. അത് ഈ വിഷ് കെയറിന്റെ AHA+ BHA ബോഡി ലോഷൻ ആണ്. ഇത് എനിക്ക് കൊളാബിന്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിലും പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി ഇത് തന്നെയാണ്, സെന്റുവെൻസിന്റെയാണ്. കാരണം ഇത് നന്നായിട്ട് മോയ്സ്ചറൈസേഷൻ തരുന്ന ഒരു ബോഡി ലോഷൻ തന്നെയാണ്. ഇത് വാങ്ങിയതിനു ശേഷം പിന്നെ ഞാൻ വേറെ മാറ്റിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇത് തന്നെയായിരുന്നു പിന്നെ യൂസ് ചെയ്തത്. ഇതിന്റെ തന്നെ വേറെ എഡിഷൻ ഉണ്ട് കേട്ടോ. ഓട്ടം എഡിഷൻ ഉണ്ട്, സമ്മർ എഡിഷൻ, അങ്ങനെ എന്തൊക്കെ എഡിഷൻ ഉണ്ട്. പക്ഷെ ഞാൻ വിന്റർ എഡിഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷ് കെയറിന്റെ ആണെച്ചാല് ഇതില് AHA BHA ഒക്കെ ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്, നയസിനമൈഡ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഒക്കെ ബ്ലെൻഡ് ആണെന്നാണ് പറഞ്ഞത്. ഇത് സ്മൂത്ത് റഫ്, അതുപോലെ തന്നെ ബംബി സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോഡി ലോഷൻ. സെറമൈഡ്സ് ഉണ്ട് കേട്ടോ ഇതില്. ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവും. ഹൈലറോണിക് ഉണ്ട്, അങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നല്ല മോയ്സ്ചറൈസർ ആണ് ഇത്. പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് മോയ്സ്ചറൈസേഷൻ തന്നിട്ടുള്ളത് ഇതായതുകൊണ്ട് ഞാൻ ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സ്കിന്ന് ഷേവ് ചെയ്ത് കഴിയുമല്ലോ, ഷേവ് ചെയ്ത് ആഫ്റ്റർ ഷേവിൽ ഞാൻ ഇതാണ് ആദ്യം അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ മുകളിൽ ലെയർ ആയിട്ട് ഞാൻ ഇതും അപ്ലൈ ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെടുത്താൽ മതി നമുക്ക്. അത്രയും കുറച്ചെടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലേ, ഇത്രയും തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ തരുന്നുണ്ട് ഇത് അല്ലേ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവും കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവും. എന്നാ ഓയിലി എഫക്റ്റ് ഉണ്ടോ, ആ സ്റ്റിക്കി എഫക്റ്റ് ഉണ്ടോ വെച്ചാൽ അതില്ല. അപ്പോ ഓയിൽസ് ആണല്ലോ ഇതിലുള്ളത്, ഓയിൽസ് ഉണ്ട് ഇതില്. അതുകൊണ്ട് തന്നെ ഓയിലി ടെക്സ്ചർ ആണ് കുറച്ചൊക്കെ. പക്ഷെ എന്നാ സ്റ്റിക്കി ആണോ ചോദിച്ചാൽ സ്റ്റിക്കി അല്ല. കണ്ടിന്യൂ. ഇതിന്റെ ആണെങ്കിൽ ഇത് ഓയിലി ടെക്സ്ചർ അല്ല, ഇതില് സ്ക്വലൈന് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കഴിയാറേ. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി വരുന്നത്. മറ്റേതിനേക്കാളും കുറച്ചുകൂടി
തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. എന്നാൽ അത്രയ്ക്ക് തിന്നുമല്ല, തിന്നുമല്ല, അതിൻ്റെ ഒരു മിഡിലാണ് ഈ ഒരു ബോഡി ലോഷൻ നിൽക്കുന്നത്. പക്ഷെ ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇത് കുറച്ചെടുത്താൽ തന്നെ നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അത്രയും ഉണ്ട്. നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ ലോങ് അവേഴ്സ് നമുക്ക് നിൽക്കുന്നുള്ളതാണ് ആ ഒരു മോയ്സ്ചറൈസേഷൻ. ഇതാണ് അപ്പോ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള 2 ബോഡി ലോഷൻസ്. ഒന്ന് സെന്റിമെന്റ്സിന്റെ അൾട്രാ നറിഷിംഗ് ബോഡി ലോഷൻ, അതുപോലെ തന്നെ വിഷ് കെയറിന്റെ AHA+VHA ബോഡി ലോഷൻ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാം ആരൊക്കെ സെയിം ബോഡി ലോഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.